മുമ്പ് 2000 മാർച്ച് 31 വിയ്യൂർ സെൻട്രൽ ജയിലിൽ ജോയിൻ ചെയ്യുകയും ഇന്ന് അവിടെ നിന്ന് തന്നെ അടുത്തൂൺ പറ്റിപ്പിരിയുകയും ചെയ്യുകയാണ്. 26 വർഷം ഇട്ടിരുന്ന ഈ കാക്കി ഇന്നത്തോടെ നമ്മൾ അവസാനിപ്പിക്കണം. അത് പ്രതീക്ഷിതമായ കാര്യമാണ്. അത് വിലാപം പറയുകയല്ല. അപ്പൊ ജയിലിനകത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് സാധാരണഗതിയിൽ ഇത്തരം വിരമിക്കൽ ചടങ്ങുകളിലെല്ലാം തന്നെ പാൽപ്പായസം കുടിച്ചതിന് ശേഷം ജിലേബി തിന്നുന്നത് പോലെയാണ് എല്ലാവരും പ്രശംസിക്കുകയും നമ്മൾ ചെയ്യുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഓക്കെ ഐ മീൻ ഇറ്റ്, അതാണ് കാര്യം. ഞാൻ ജയിലൊരു ക്യാമ്പസായി കരുതുന്നു. ജയിൽ എന്ന് പറയുന്നത് ഒരുപാട് യൂത്ത് ടീം തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നമ്മുടെ സെൻട്രൽ ജയിലിൽ നടന്ന കാര്യങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നിട്ടില്ല. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇതൊരു കറക്ഷണൽ സെന്ററാണ്. ഒരു കറക്ഷണൽ ഓഫീസർ എന്താണ് ചെയ്യേണ്ടതെന്ന് എവിടെയും എഴുതി വെക്കപ്പെട്ടില്ല. പനിക്ക് ഗുളിക കൊടുത്ത് പാരസെറ്റമോൾ കൊടുത്ത് പനി മാറും എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് ഹൗ യു കറക്റ്റ് എ പേഴ്സൺ എന്നുള്ള കാര്യത്തിൽ ഒരു SOP ഇല്ല. അപ്പൊ നമ്മളത് നമ്മുടെ ഭാവനകളും നമ്മുടെ അറിവുകളും നമ്മുടെ കൂടുതൽ അറിവുകളും നമ്മുടെ മുൻഗാമികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊക്കെ കൂടി എങ്ങനെ നമുക്ക് ജയിൽ കോമ്പൗണ്ടിനകത്ത് ഫ്രസ്ട്രേഷൻ കുറയ്ക്കാൻ സാധിക്കും, അത് എങ്ങനെ നമുക്ക് അവരുടെ ഒരു മാറ്റത്തിന് ഉതകുന്ന രീതിയിലേക്ക് പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് നേട്ടമാക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ നഷ്ടം ഒഴിവാക്കാൻ തുടങ്ങിയ കുറെ കാര്യങ്ങൾ നോക്കുമ്പോൾ ജയിൽ വളരെ വിളക്കുകളുള്ള മണ്ണാണ്. പണ്ടൊക്കെ DGP-മാർ വരുമ്പോൾ പറയും ജയിലിലേക്ക് ഒതുക്കി എന്ന് പറയുന്ന സംഗതിയുണ്ട്. പോലീസ് DGP പറയുമ്പോൾ നമ്മുടെയും കമ്പയർ ചെയ്യാറുണ്ട്. പല DGP-മാരും പിന്നെ വന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നൂതനമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കൃഷി ഇറക്കാനുള്ള മണ്ണാണ് ഇത്. വളരെ വിളക്കുകളുള്ള മണ്ണാണ്. അപ്പൊ ഞാൻ സർവീസ് വരുമ്പോഴും നമ്മൾ ആദ്യം ഞാൻ അറിയാലോ അസിസ്റ്റന്റ് ജയിലറായിട്ടാണ് വന്നത്. ഇന്നത്തെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1. അപ്പൊ അന്ന് എപ്പോഴും കമ്പയർ ചെയ്യാം, SI ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ SI-കളുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല. നമ്മളൊരു ചിറ്റന്മാർ പോലെ തന്നെയാണല്ലോ. അത് ഹോം A ആണോ ഹോം B ആണ്. അപ്പൊ പോലീസ് SI-യുടെ ഒരു പവറോ അല്ലെങ്കിൽ അവരുടെ അധികാരമോ ഒന്നും നമുക്കില്ല എന്ന് പറയുന്ന എപ്പോഴും പറയുന്നു. പക്ഷെ എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും നിങ്ങൾക്ക് അത്തരം ഒരു കുറവുകൾ എനിക്ക് നേരിട്ടില്ല എന്നല്ല പറയാം. സബ്ജക്ട് സൂപ്രണ്ടായിരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പറഞ്ഞ ആ ഒരു മീഡിയ ഞാൻ പരമാവധി ഉപയോഗിക്കാറുണ്ട്. അതെന്റെ ഗുണവും ദോഷവുമാണ്. എന്റെ ഷൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് തന്നെ ആരോപിക്കുന്നത് പോലെ തന്നെ ഞാൻ അതിനെ വളരെ ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ജയിലുകൾ എന്ന് പറയുന്നത് മീഡിയകൾക്കെല്ലാം എല്ലാ കാലത്തും ഒരു നെഗറ്റീവ് വാർത്തയുടെ സോഴ്സാണ്. ജയിലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, ജയിലിൽ അടികൂടി, ജയിലിൽ അങ്ങനെ